സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് മിമിക്രി മത്സരത്തിനാണ്. മിമിക്രി മത്സരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ ഗേൾസിൻ്റെ മിമിക്രിയാണ് ഇപ്പോൾ കഴിഞ്ഞത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാവർക്കും A+ മേടിച്ചു, A ഗ്രേഡ് മേടിച്ചു. ഈ A ഗ്രേഡ് കിട്ടണമെങ്കിൽ അതിൻ്റെ പുറകിൽ അത്രയധികം കഴിവുണ്ടാവണമല്ലോ. ആ കഴിവ് എന്താണെന്ന് നമ്മളിപ്പോൾ കാണിച്ചു തരാം. എന്തായാലും കോട്ടയത്ത് നിന്ന് വന്നൊരു കലാകാരിയാണ് നമ്മളോട് ഒപ്പം ഉള്ളത്, ഏഞ്ചൽ. ഏഞ്ചലിന്റെ മിമിക്രി കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഏഞ്ചൽ, നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? ആ, തകർത്ത്. അപ്പൊ എന്തായാലും ഏഞ്ചലിന്റെ നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് കാണാം. ഓക്കെ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് മരം മുറിക്കുന്ന. അടിപൊളി. ഇനി എന്താണ്? ഇനി ചിത്രയുടെ ഒരു പാട്ട്. ഓക്കെ. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, ഇവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. ഓ നൈസ്. ഇനി എന്താണ് ഇതേപോലെ അടുത്തെന്തായിരുന്നു? പിന്നെ പ്രകൃതി. പ്രകൃതി എന്ന് പറയുമ്പോൾ ഞാൻ മൃഗശാല ചെയ്തായിരുന്നു. അപ്പൊ 4 മൃഗങ്ങളെയാണ് ചെയ്തത്. ഓക്കെ. ഇതേപോലെ ഞെട്ടിപ്പിക്കുന്നതിന്റെ എന്തെങ്കിലും കയ്യിലുണ്ടോ? ചന്ദ്രൻ വിക്ഷേപണം. ഓക്കെ, പോരട്ടെ. 5 4 3 3 2 2 1 1. ഏഞ്ചൽ ഇതൊക്കെ ആരാ പഠിപ്പിച്ചു തന്നെ? സിസ്റ്റർ സുദീപ. സിസ്റ്റർ സുദീപ, ഇതല്ലേ നമ്മുടെ സിസ്റ്റർ? സിസ്റ്റർ ഒന്നിങ്ങോട്ട് വന്നേ. എന്തായാലും ഒരു കലാകാരി മിമിക്രി പഠിപ്പിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ സിസ്റ്റർ അപ്പോൾ നേരത്തെ മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നു? ഞാൻ കലകളോട് താല്പര്യം കുഞ്ഞിലെ തൊട്ട് കലകൾ അഭ്യസിച്ചും പഠിച്ചും വന്ന ആളായതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെയും അത് പഠിച്ചെടുക്കണം എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് ഞാൻ ആർജിച്ചെടുത്ത കലകൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കും പകർന്നു കൊടുക്കുക എൻ്റെ ഒരു ജീവിത ലക്ഷ്യമായിരുന്നു. ഞാൻ മിമിക്രി ചെയ്യും, അങ്ങനെയാണല്ലോ പിള്ളേരിലേക്ക്. ഞാൻ ഇവള് കൊച്ചു കാണിച്ചില്ലെങ്കിലും ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞതായതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി വിടും. ഒരു ചിലങ്കയും അണിഞ്ഞ് വേദിയിലേക്ക് വരുന്ന ഒരു പെൺകുട്ടി, അല്പ സ്പീഡിൽ. ഇനി അതുപോലെ എന്താണ് ഇനി എന്താണ് പക്ഷികളുടെ അത് ഇവള് ചെയ്തില്ല, ഇവള് ചെയ്യാത്തത് ഞാൻ ചെയ്യാം. പക്ഷികളുടെ പിന്നെ വേറെ എന്തൊക്കെയാണ് സിസ്റ്റർ വെറൈറ്റി ആയിട്ട് ചെയ്തിരുന്നത്? ദഹ്മുട്ട്. പതിക മനോഹര ഭുല്ലുല്ല മുഹമ്മദ് നബീന ഭുല്ലല്ല അല്ല ഭ്യാഹിലാഹ ഭുല്ലല്ല. ഓക്കെ. അപ്പൊ എന്തായാലും അടിപൊളി. അപ്പൊ എന്തായാലും ചെറുപ്പം തൊട്ട് കലയോട് നല്ല ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതിപ്പോ വിദ്യാർത്ഥികളിലേക്കും പകർന്നു കൊടുക്കുകയാണ്. നമ്മുടെ സ്കൂളിന്റെ പേര് എന്തായിരുന്നു? സെന്റ് ആന്റണീസ് HSS പ്ലാസ്നാൽ, കോട്ടയം. എന്തായാലും കോട്ടയത്ത് വന്നിട്ട് എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. അപ്പൊ ഇപ്പൊ എന്റെ കൂടെയുള്ളത് കാർത്തികയാണ്, ആലപ്പുഴ ജില്ലയിൽ അല്ലേ? കാർത്തിക, എന്തായാലും എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഭയങ്കര കയ്യടിയൊക്കെ ആയിരുന്നു, ഞാൻ കണ്ടായിരുന്നു. ആ പെർഫോമൻസ് ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാം. ഓക്കെ.
കലോത്സവ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദി നമ്പർ 4 ഒപ്പന മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വരവായി അബുവർ സമ്പ്രദം തിടി അൽവായി സഹോദരൻ കരവതിടി. വേദി നമ്പർ 2 മാർഗംകളി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. തെയ്തൈ പട്ടുടു മാണിക്യമോത്ത് അലങ്കരിക്കും പന്തലിൽ തെയ്തൈ അലങ്കരിക്കും പന്തലിൽ വന്നടിയരുക മാട്ടുമേ തെയ്തൈ. കലോത്സവം എല്ലാം കണ്ട് ക്ഷീണിച്ച് ചായക്കടയിൽ കയറി. അവിടുത്തെ റേഡിയോയിൽ നിന്ന് സിത്താരയുടെ പാട്ട് കേൾക്കാമായിരുന്നു. കാലുമേലെ കാലുകെട്ടി സൂഫയിൽ ഇരുന്നു നീ ഇനിയാകെ കോളുകെറ്റി ഒരേറെ നോട്ടം കൊണ്ടിന്നലെ. ചായക്കടക്കാരൻ സ്റ്റേഷൻ ഒന്ന് മാറ്റി. അപ്പോൾ വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടായിരുന്നു. സാലുതീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ തൊട്ടുകളോടിക്കൊണ്ട് ആറ്റല്ലേതും പരമാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും കുഞ്ഞുമാവേ. മടങ്ങി കലോത്സവ വേദിയിലെത്തി. അപ്പോൾ മിമിക്രി മത്സരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കുയിൽ തേങ്ങ ചിരവുന്ന ശബ്ദം. മകുടി ഒരു കൊച്ചുകുട്ടിയുടെ കയ്യില് ബലൂൺ കിട്ടിയാൽ എങ്ങനെയായിരിക്കും? പൊട്ടിയാലോ? ഇത് വെച്ചൊരു സൂത്രമുണ്ട്. ചില സിനിമാ താരങ്ങൾ. കാവ്യ മാധവൻ. എന്തൊരു ആൾക്കാരവിടെ, ചുറ്റും ആൾക്കാരാ, എന്തു രസാരും കാണാൻ. ഹിറ്റ്ലർ സിനിമയിലെ അടൂർ ഭവാനി. ഈ മാധവൻകുട്ടിക്ക് ഒരു ചെല്ലപ്പേരുണ്ടായിരുന്നല്ലോ, ഞാനതങ്ങ് മറന്നുപോയി. മക്കളെ എന്തുവാ, മക്കളെ എന്തോന്നാ? മമത മോഹൻദാസ്. ഉല്ലാസ് 2 കിലോമീറ്റർ നടക്കണം പറഞ്ഞിട്ട് ഇതിപ്പോ എത്രയായി? ഏത് പട്ടിക്കണ്ടാണോ തന്റെ വീട്? നന്ദി, നമസ്കാരം. എന്റെ പൊന്നെ, ഈ എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഇത്രയും വിചാരിച്ചില്ലട്ടോ. എന്നാലും ഞെട്ടിച്ചളഞ്ഞു. അടിപൊളി മോളെ. ഇത് ആരെന്നൊക്കെ പഠിപ്പിച്ചാലേ? അച്ഛനാണോ? അച്ഛൻ എവിടെയുണ്ട്? അച്ഛനൊന്നും ഇവിടെ വരൂ. അച്ഛൻ ഇവിടെ തന്നെയുണ്ട്. നമസ്കാരം. എന്തായാലും മകള് വരവ് അറിയിച്ചു. എന്തായാലും എന്തുകൊണ്ടാണ് അച്ഛനിലേക്ക് ഈ ഒരു കലാരൂപം മനസ്സിൽ കയറിയത്? ഞാൻ നേരത്തെ ചെറുപ്പത്തിലൊക്കെ മിമിക്രി ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രൊഫഷണലായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ചെറിയ രീതിയിൽ മിമിക്രികളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നാടൻപാട്ട് നാടക കലാകാരനാണ്. നിലവിൽ സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. നാടൻപാട്ട് പ്രൊഫഷണൽ ടീമിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായിരുന്നു? കണ്ണകി ക്രിയേഷൻസ് എന്ന് പറയും, ആലപ്പുഴ. പുന്നപ്പുറം മനോജിന്റെ ആ ടീമിൽ മകളിലൂടെ മകൾ എന്തായാലും ഞങ്ങളെ ഞെട്ടിച്ചു. അച്ഛൻ എങ്ങനെയാണ് ഞങ്ങളെ ഞെട്ടിക്കാൻ പോകുന്നത്? മിമിക്രി ആയിട്ടോ? മിമിക്രി ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടൊരു പാട്ടാണെങ്കിൽ എങ്ങനെയാണ്? ഒരു മിമിക്രി ഒരു സാധനം ചെയ്യാം. ഓക്കെ, ഒരുപടി വേണം. വയ്യാ, മടുത്തു, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി MBA കണ്ടിട്ടാ ഞാനിത് സാധിച്ചേ. ആരാ പറഞ്ഞേ തൻ്റെ മോള് പാടില്ലാതെ? അവൾ അസലായിട്ട് പാടും. എന്ത് രസാ കേൾക്കാൻ. ഒരെണ്ണം കൂടി, ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് കൂടി. പെട്ടെന്ന് ചോദിക്കുമ്പോ കുഴപ്പമില്ല, എന്തെങ്കിലും. സൂപ്പറായിരുന്നു, കിടുക്കി, തീമർത്ത്, കലക്കി, എന്ത് രസമായിരുന്നു കാണാൻ, അടിപൊളിയായിരുന്നു. ഓക്കെ, എന്തായാലും വളരെ വളരെ സന്തോഷം. എന്തായാലും മോളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുന്നതിന് വലിയൊരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് ആഗ്രഹം? എന്താണ് ഇനി ഈ പ്രൊഫഷനായിട്ട് തന്നെ മുന്നോട്ട് പോകണം. സിനിമ ആഗ്രഹമുണ്ടോ? ആക്ടിങ്ങിലോട്ട് താല്പര്യം കൂടുതലാണ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ കണ്ടോ, അപ്പൊ മലയാളികൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പോകുന്ന ഒരു കലാകാരിയാണ് ഈ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് പേരെങ്കിലും എത്തട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ കലോത്സവ വേദിയിൽ മിമിക്രി നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഒരുപാട് മിമിക്രി കലാകാരികൾ എല്ലാവർക്കും A ഗ്രേഡ് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത്ര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും കാഴ്ചവെച്ചത്. ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത് ഇടുക്കിയിൽ നിന്ന് എത്തിയ ഒരു കലാകാരിയാണ് ആദിലക്ഷ്മിയാണ്. ആദിലക്ഷ്മി, നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിൽ വന്നത്.
എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? ഓക്കെ. ആദ്യമായി ശംഖുനാദം കേൾക്കാം. കുയിലിന്റെ ശബ്ദം കേൾക്കാം. മകുടി ഊതുന്ന ശബ്ദം കേൾക്കാം. നമുക്കിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. यात्रियों कृपया ध्यान दीजिए, गाड़ी संख्या 12295 चेन्नई से तिरुवनंतपुरम तक जाने वाली चेन्नई तिरुवनंतपुरम एक्सप्रेस प्लेटफॉर्म नंबर 2 पर खड़ी है. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 12269 ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 നിൽക്കുന്നു. Your attention please. Train number 12265 Chennai Trivandrum Express on platform number 2. ഓക്കെ, അടിപൊളി. ഇനി എന്താണ്? എന്റെ വീട്ടിൽ പൂച്ച പിടിച്ചോണ്ടുവന്ന ഒരു 8 തലേന്റെ കുഞ്ഞിക്കിളിയുണ്ട്. അതിനെ ഞങ്ങൾ വളർത്തുന്നുണ്ട്. എന്റെ അമ്മമ്മയുടെ പേര് ശ്യാമള എന്നാണ്. എപ്പോഴും ഈ കിളിക്കുഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെയാണെന്ന് കേൾക്കാം. വർത്താനം പറയുന്ന കിളിയല്ല. അടിപൊളി. ഓക്കെ, ഇതൊക്കെ ആരാ നമുക്ക് പഠിപ്പിച്ചെന്നെ? ഞാനിങ്ങനെ പരിസ്ഥിതിയിൽ നിന്നൊക്കെ എന്റെ പരിസരത്തു നിന്നും എല്ലാം ഇങ്ങനെ കേൾക്കുന്നതും എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ എല്ലാം കിട്ടിയതാണ്. അപ്പൊ അമ്മയെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ച എന്നെ. അപ്പൊ അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. അമ്മയല്ലേ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്? അമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താണ് അമ്മയുടെ പേരെന്താണ്? എന്റെ പേര് അനു. എന്തായാലും അടിപൊളിയായിട്ട് മ്യൂസിക്കൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെന്നാണ് ആദ്യം പറയുന്നത്. അപ്പൊ അതിനൊക്കെ കൂടെ നിൽക്കില്ലേ? ഓ പിന്നെ ഉറപ്പായിട്ടും. കുറച്ച് മുമ്പ് ഇങ്ങോട്ട് വരുമ്പോ ഒരു ഇൻട്രോ തന്നായിരുന്നു. എന്താ പറഞ്ഞത്? എവിടുന്ന് വന്നെന്ന് പറഞ്ഞത്? സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട്ടിൽ നിന്നും പ്രതിമകളുടെ നാട്ടിലേക്ക്. ആണോ? പിന്നെ അതിന് മുമ്പ് പറഞ്ഞല്ലോ, മുല്ലപ്പെരിയാറിന്റെ നാട്ടിൽ നിന്ന്. മുല്ലപ്പെരിയാറിന്റെ വാർഡിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. മുല്ലപ്പെരിയാറിന്റെ വാർഡിൽ നിന്നാണോ? അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ.